ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. എൻ്റെ പേര് സന്ധ്യ. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്? ജീവശാസ്ത്രം, ബയോളജിയിലെ ഹൃദയം എന്ന, അതായത് മനുഷ്യശരീരത്തിലെ ഓരോ പാർട്സും നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിൽ ഹൃദയം എന്ന ടോപ്പിക്കിൽ 20 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ. അതേപോലെ നമ്മുടെ ഫിസിക്സ്, അതേപോലെ കെമിസ്ട്രി എല്ലാത്തിൻ്റെ എന്താണ് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ പ്ലേലിസ്റ്റിൽ കംപ്ലീറ്റ് മോക്ക് ടെസ്റ്റ് കിടപ്പുണ്ട്. ഓരോ ടോപ്പിക്ക് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഹൃദയം എന്ന ടോപ്പിക്ക് നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് അതൊന്ന് വായിച്ചെങ്കിലും നോക്കിയിട്ട് വേണം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി, ഹൃദയമാണ്. അപ്പം നമുക്ക് പഠിക്കേണ്ട മറ്റൊരു കണ്ടന്റ് എന്താ ഇവിടെ? പെരികാർഡിയം എന്ന ഇരട്ട സ്തരം ആവരണം ചെയ്തിരിക്കുന്ന എന്തിനെയാണ്? ഹൃദയത്തെയാണ്. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരമാണ് എന്ത്? പെരികാർഡിയം. അതിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം എന്തായിരിക്കും? അത് പെരികാർഡിയൽ ദ്രവമാണ്. അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ആവരണത്തിന് 3 ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഏറ്റവും പുറമെയാണ് എന്ത്? പെരികാർഡിയം എന്ന് പറയുന്നത്. ഏറ്റവും പുറമേയുള്ളതിനെ പെരികാർഡിയം, അതേപോലെ നടുക്കുള്ളതിനെ എന്താണ്? മയോകാർഡിയം. മധ്യഭാഗം മയോകാർഡിയം, മധ്യം അങ്ങനെ ഓർത്താൽ മതി. ആന്തരഭാഗം എന്താണ്? എൻഡോകാർഡിയം. ഇങ്ങനെ 3 ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയഭിത്തിയുടെ ആവരണം എന്ന് പറയുന്നത്. അപ്പം പെരികാർഡിയമുണ്ട്, മയോകാർഡിയമുണ്ട്, എൻഡോകാർഡിയമുണ്ട്. ഈ 3 പേരും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന എന്താണ്? പെരികാർഡിയമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരം ഏകദേശം എത്രയാണ്? 250 മുതൽ 300 ഗ്രാം വരെയാണ് ഒരു ശരാശരി ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ എന്താണ് നമുക്കറിയാം, ഓരോ വ്യക്തിയുടെയും എന്താണ് കൈമുഷ്ടിയുടെ വലിപ്പമായിരിക്കും ഒരു ഹൃദയത്തിനുള്ളത്. അതേപോലെ മനുഷ്യ ശരീരത്തിൽ ആദ്യം വളരുന്ന അവയവം, അതായത് ഒരു കുഞ്ഞ് നമ്മുടെ അമ്മയുടെ വയറ്റിലാകുമ്പോൾ തന്നെ ആദ്യം വളരുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. ശരീരത്തിലെ പമ്പ് എന്നറിയപ്പെടുന്ന എന്താണ്? ഹൃദയമാണ്. ശരീരത്തിലെ പമ്പ്, രക്തത്തെ പമ്പ് ചെയ്യുക, രക്തത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്തെത്തിക്കുക എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് പറയാനായിട്ടുള്ളത് ഹൃദയവുമായി ബന്ധപ്പെട്ട്? നമ്മുടെ മനുഷ്യരിൽ വിശ്രമമില്ലാത്തൊരു പേശി എന്നറിയപ്പെടുന്ന ഏതാണ്? അത് ഹൃദയപേശിയാണ്. ഒരിക്കലും എന്താണ് വിശ്രമമില്ലാത്ത, അത് വിശ്രമിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് മരണം സംഭവിക്കും, അല്ലേ? അപ്പോൾ വിശ്രമമില്ലാത്ത പേശി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഹൃദയപേശിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ഹൃദയത്തിലെ ഏതറയുടെ ഭിത്തികൾക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. അതായത് നമുക്കറിയാം ഹൃദയത്തിന് നമ്മൾ എങ്ങനെയുണ്ട്? 4 പോർഷൻസ് ഉണ്ടല്ലേ? 4 പോർഷൻ ഉണ്ട് ഹൃദയത്തിന്. അതായത് മുകളിലുള്ളത് എന്താണ്? ഏട്രിയങ്ങൾ. ഇത് ഇടത് ഏട്രിയം, ഇത് വലത് ഏട്രിയമാണ്. ഇതെന്താണ്? വലത് വെൻട്രിക്കിളും, ഇതെന്താണ്? ഇടത് വെൻട്രിക്കിളുമാണ്. ഓക്കെ, ഇത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ശുദ്ധരക്തം, അതായത് എല്ലാം പ്യൂരിഫൈ ചെയ്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുന്ന ശുദ്ധരക്തം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത്, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇടത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഇനി വലത് വെൻട്രിക്കിളിൻ്റെ ധർമ്മം എന്താണ്? അത് എന്താണ്? ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. അതായത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ലങ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, ഈ 2 ഏട്രിയങ്ങൾക്കെന്ന് പറയുന്നത് എന്താണ്? അവയ്ക്ക് കനം കുറവാണ്, പേശീബലമില്ല. കാര്യം എന്താണ്? ഇവിടെ എന്ന് പറയുന്നത് ബ്ലഡ് ഇവിടേക്ക് വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ കൂടുതൽ വലിയ ഫങ്ഷനും കാര്യങ്ങളൊന്നും ഓവറായിട്ട് വരുന്നില്ല. പക്ഷേ ഇടത് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ബ്ലഡ് എത്തിക്കണം. അപ്പോൾ എന്താണ്? അത്രയ്ക്ക് അവിടെ പ്രഷർ വേണം. അപ്പോൾ പ്രഷർ ഉള്ളതുകൊണ്ട് എന്തായിരിക്കും? ഈ ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തികൾക്കാണ് എന്തുള്ളത്? നല്ല കട്ടിയുള്ളത്. അതേപോലെ പൊതുവെ വെൻട്രിക്കിൾ രണ്ടിനും എന്താണ്? ഏട്രിയത്തെ അപേക്ഷിച്ച് കനം കൂടുതലും കട്ടിയുണ്ട്. പക്ഷേ അതിൽ ഈ വെൻട്രിക്കിളിൽ ഏതാണ് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇടത് വെൻട്രിക്കിളിനാണ് എന്ത് സംഭവിക്കുന്നത്? ഏറ്റവും കൂടുതൽ കട്ടിയുള്ളതും അതേപോലെ തന്നെ പേശീബലമുള്ളതൊക്കെ ഏതായിരിക്കും? ഇടത് വെൻട്രിക്കിളാണ്. അതിങ്ങനെ ഓർത്താൽ മതി. മുകളിൽ 2 ഏട്രിയങ്ങളും താഴെ 2 വെൻട്രിക്കിളുമുണ്ട്. ഈ ഓക്സിജനേറ്റഡ്, അതായത് ശുദ്ധമായ ബ്ലഡിനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ ധർമ്മം? ഇടത് വെൻട്രിക്കിളിൻ്റെ ധർമ്മം. വലത് വെൻട്രിക്കിളിൻ്റെ ധർമ്മം എന്താണ്? അത് നമ്മുടെ ലങ്സിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ ബ്ലഡ് ലങ്സിലേക്ക് എത്തിയിട്ട് എന്ത് ചെയ്യണം? പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ആ ഒരു സ്ട്രക്ചർ നല്ല വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു വെക്കണം, ഓരോന്നും എങ്ങോട്ടേക്കാണ്, എന്താണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ്
ആദ്യമായി നിർമ്മിച്ചത് ആരാണെന്ന് ഹൃദയമിടിപ്പ് അറിയാനുള്ള സ്റ്റെതസ്കോപ്പ് ആരാണ്? അത് റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. ഓക്കെ, റെനെ ലെനക്കിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അതായത് നമുക്കറിയാം സ്റ്റെതസ്കോപ്പ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹൃദയമിടിപ്പ് അളക്കാനായിട്ട്. അതായത് ഒരു ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റോളിയും ഒരു ഡയസ്റ്റോളിക് പ്രഷറും കൂടി ചേർന്നാണ് ഒരു ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത്. 0.8 സെക്കൻഡാണ് ഒരു ഹൃദയമിടിപ്പിന് വേണ്ട സമയം. അതായത് നമ്മുടെ ഭ്രൂണം, അതായത് നമ്മുടെ വയറ്റിൽ കുഞ്ഞു രൂപപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എന്താണ് 4 ആഴ്ച പ്രായമാകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഹൃദയം സ്പന്ദിച്ചു തുടങ്ങുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് വാൽവുകളെ പറ്റി പഠിക്കാനുണ്ട്. വാൽവുകൾ എങ്ങനെയാണ് നമുക്കറിയാം. വാൽവുകൾ അല്ലേ, ഏതൊക്കെയാണ്? ദ്വിതള വാൽവുണ്ട്, ത്രിതള വാൽവുണ്ട്, അർദ്ധചന്ദ്രകാര വാൽവുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേയുണ്ട്. അപ്പോൾ എന്താണ്? മനുഷ്യഹൃദയത്തിൻ്റെ അറകളായ ഇടത് ഉണ്ടോ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇതെന്താണ്? ഇടത് ഏട്രിയവും ഇത് വലത് ഏട്രിയമാണ്. ഇവിടെ എന്താണ്? ഇടത് വെൻട്രിക്കിളും ഇത് വലത് വെൻട്രിക്കിളുമാണ്. ഓക്കെ, ഇവിടെയുള്ള ഓരോ ധമനികളുടെ പേരാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഇവിടെ എന്താണ്? ഹൃദയത്തിൻ്റെ അറകളായ ഇടത് ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ളൊരു വാൽവാണ്. അതിൻ്റെ പേരാണ് എന്ത്? ബൈക്കസ്പിഡ് വാൽവ് അഥവാ ദ്വിതള വാൽവ് എന്ന് പറയും. എന്താണ്? ദ്വിതള വാൽവ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ദ്വിതള വാൽവ് അതായത് ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലുള്ളതാണ് എന്ത്? ദ്വിതള വാൽവ് അഥവാ ബൈക്കസ്പിഡ് വാൽവ്. ഇനി വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയ്ക്കൊരു വാൽവ് ഉണ്ട്. അതെന്താണ്? അതറിയപ്പെടുന്ന പേര് ട്രൈക്കസ്പിഡ് വാൽവ്. ട്രൈക്കസ്പിഡ് വാൽവ് അഥവാ ത്രിതള വാൽവ് എന്ന് പറയും. ഓക്കെ, ത്രിതള വാൽവ്. അതായത് ഇവിടെ നിന്ന് വരുന്ന ബ്ലഡ് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ചത് കയറാതിരിക്കാൻ വേണ്ടി ഇതങ്ങ് ലോക്കായി പൊക്കോളും. അതിനെയാണ് ഈ വാൽവുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദ്വിതള വാൽവും ത്രിതള വാൽവും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ കുറേ അധികം വാൽവ്സ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇടത് ഏട്രിയം ഇടതാണെങ്കിൽ ദ്വിതളവും വലതാണെങ്കിൽ എന്താണ്? ത്രിതള വാൽവുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആരാണ് കണ്ടുപിടിച്ചത്? റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി 1 മിനിറ്റിൽ ഏകദേശം എത്ര തവണയാണ് നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്? അത് 72 തവണയാണ് 1 മിനിറ്റിൽ ശരാശരി. അതായത് പ്രായപൂർത്തിയായ ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ ഹൃദയമിടിപ്പെന്ന് പറഞ്ഞാൽ ശരാശരി എത്രയാണ്? 72 തവണയാണ്. നമ്മുടെ ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്ന എന്താണ്? അത് മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് എന്ത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. അപ്പോൾ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് എന്താണ്? ഒരു അനൈച്ഛിക പ്രവർത്തനമാണ്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചാണോ അത് പ്രവർത്തിക്കുന്നത്? എന്നാൽ എനിക്ക് കുറച്ച് നേരം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തെ റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇച്ഛയ്ക്കനുസരിക്കുന്ന അല്ല, നമുക്ക് എന്താണ്? അനൈച്ഛിക പ്രവർത്തനമാണ് അല്ലേ ഹൃദയസ്പന്ദനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയ അറകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത്? സങ്കോചമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി സിസ്റ്റോളിയാണ്, ഹൃദയത്തിൻ്റെ സങ്കോചം. അപ്പോൾ എന്താണ് ഡയസ്റ്റോളി എന്ന് പറഞ്ഞാൽ? അത് ഹൃദയത്തിൻ്റെ വിശ്രമാവസ്ഥയാണ്. ഡയസ്റ്റോളി. ഈ ഒരു സിസ്റ്റോളിയും ഒരു ഡയസ്റ്റോളിയും കൂടി ചേരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഹൃദയസ്പന്ദനം സംഭവിക്കുന്നത്. ഹൃദയസ്പന്ദനത്തിന് എത്രയാണ്? 0.8 സെക്കൻഡാണ് വേണ്ടത്. മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സിസ്റ്റോളിക് പ്രഷർ എത്രയാണെന്ന് നോക്കാം. ഒരു സിസ്റ്റോളിക് അതായത് സങ്കോചിക്കുമ്പോൾ അവിടെ എന്താണ്? പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ അത് എത്രയാണ്? 120 mmHg ആണ് ഒരു സിസ്റ്റോളിക് പ്രഷർ. ഡയസ്റ്റോളി അതായത് എന്താണ്? അവിടെ ഹൃദയം വിശ്രമാവസ്ഥയിലാണ്. അപ്പോൾ അവിടെ കുറവായിരിക്കും. അപ്പോൾ എത്രയാണ്? 80 mmHg ആണ്. ഓക്കെ, ഇനി മനുഷ്യൻ്റെ സാധാരണ രക്തസമ്മർദ്ദം എന്നെപ്പോഴും ചോദിക്കുന്നതാണ്. രക്തസമ്മർദ്ദം എത്രയാണ്? അത് 120/80 mmHg ആണ്. ഹൃദയം സങ്കോചിക്കുന്നു പിന്നെ അല്ലേ, സങ്കോചിച്ച് കഴിഞ്ഞിട്ടാണ് വിശ്രമാവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം എഴുതേണ്ട ഏതാണ്? 120 എഴുതേണ്ടത്. ഇത് തന്നെ പരീക്ഷയ്ക്ക് 80/120 തരും. ഓക്കെ, അത് നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് തെറ്റായിട്ടായിരുന്നു അവർ തന്നിരുന്നത്. കാര്യം അതെന്താണ്? നമുക്ക് ആദ്യം വേണ്ടത് എപ്പോഴും എന്താണ്? 80 വേണ്ടത്. ഓക്കെ, ഇനി ഈ യൂണിറ്റ് എന്താണ്? തെറ്റിപ്പോകരുത്. ഈ യൂണിറ്റ് ഇങ്ങനെ തന്നെ അവർ ചോദിക്കും, അല്ലെങ്കിൽ യൂണിറ്റ് മാറ്റി ചോദിക്കും. 120/80 തന്നെ തന്നിട്ട് യൂണിറ്റ് മാറ്റി ചോദിക്കും. അപ്പോൾ യൂണിറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. mmHg മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഇരട്ട സ്ഥലം ഏതാണ്? അത് പെരികാർഡിയമാണ് അല്ലേ. പെരികാർഡിയം നമ്മൾ നേരത്തെ പറഞ്ഞു. പെരികാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത്. ഇനി നമുക്കറിയാം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം. അർബുദം ബാധിക്കാത്ത ശരീരഭാഗം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അർബുദം ബാധിക്കാത്തൊരു ശരീരഭാഗം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൃദയമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം അഥവാ ഇ സി ജി ആരാണ് കണ്ടുപിടിച്ചത്? അപ്പോൾ ഇ സി ജിയുടെ ഫുൾ ഫോം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇ സി ജി എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം എന്താണ്? അത് ആരാ കണ്ടുപിടിച്ചത്? അത് വില്യം ഐന്തോവനാണ് കണ്ടുപിടിച്ചത്. ആരാണ്? വില്യം ഐന്തോവനാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അപ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തുറന്ന ഹൃദയ ശസ്ത്രക്രിയ അഥവാ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഉപജ്ഞാതാവ്? തുറന്ന ഹൃദയ ശസ്ത്രക്രിയ ആരാണത്? വാൾട്ടൺ ലില്ലിഹനാണ് തുറന്ന ഹൃദയ ശസ്ത്രക്രിയയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. വാൾട്ടൺ ലില്ലിഹനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിൻ്റെ ഏതറയിലാണ് എത്തപ്പെടുന്നത്? ഓക്സിജൻ നീക്കം ചെയ്യപ്പെടുന്നതെന്ന് പറയുമ്പോഴേക്കും അതെന്താണ്? അത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഡീഓക്സിനേറ്റഡ് ബ്ലഡ് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞത് അതെവിടെയാണ് വരുന്നത്? ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ്, ഈ സൈഡാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളത്. ഇത് രണ്ടും എന്താണ്? വലത് ഇത് ഏട്രിയം, ഇത് വലത് വെൻട്രിക്കിൾ. അപ്പോൾ എവിടെയായിരിക്കും വരുന്നത്? വലത് ഓറിക്കിൾ. കണ്ടോ, ഏട്രിയം അത് തന്നെയാണ് ഈ ഓറിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. വലത് ഓറിക്കിളിലാണ് എന്ത് വരുന്നത്? ഡീഓക്സിനേറ്റഡ് ബ്ലഡ് വരുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്? ഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. ഇടതുവശമാണ് നല്ലതെന്ന് ഓർത്താൽ മതി. ഇടതുവശത്താണ് ഓക്സിനേറ്റഡ് ബ്ലഡ് വരുന്നത്, വലതുവശം എന്തായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞതായിരിക്കും. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓക്സിജൻ നീക്കം ചെയ്തു, അതായത് നമുക്ക് അതിൻ്റെയൊക്കെ എടുത്തു. ബാക്കി എന്താണ് വരുന്നത്? ഓക്സിജൻ ഇല്ലാത്ത, അതായത് അവർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളത് ഡീഓക്സിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ്. ഓക്കെ, അപ്പോൾ ഏതാണ്? വലത് ഓറിക്കിളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 വർഷം കൂടി ജീവിത കാലയളവ് നീട്ടിക്കിട്ടുമെന്ന അവകാശത്തോടുകൂടി ലോകത്ത് ആദ്യമായി കൃത്രിമ ഹൃദയം വെച്ചുപിടിപ്പിക്കൽ ശസ്ത്രക്രിയ നടന്നത് എവിടെയാണെന്ന്? 5 വർഷം കൂടി ജീവിത കാലയളവ് നീട്ടിക്കിട്ടുമെന്ന് എവിടെയാണ്? അത് ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഫ്രാൻസ് ആണ്. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഏതാണത്? ഹൃദയമാണ്. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം എന്ന് ചോദിച്ചാൽ അത് ഹൃദയമാണ്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണത്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത്. ഇനി അത് തന്നെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും ആരായിരുന്നു? അത് ഇന്ത്യയിലാണെങ്കിൽ അത് ഡോക്ടർ വേണുഗോപാലാണ്. ഡോക്ടർ വേണുഗോപാലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൃദയം ശസ്ത്രക്രിയ നടത്തിയത്. ഇനി അത് കേരളത്തിലേക്ക് വരുമ്പോഴേക്കും അതാരാണ്? ജോസ് ചാക്കോയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയ ശസ്ത്രക്രിയ നടത്തിയത്. ലോകത്തിലേക്ക് വരുമ്പോഴേക്കും ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ്. ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും അത് ഡോക്ടർ വേണുഗോപാൽ. കേരളത്തിലേക്ക് വരുമ്പോൾ അത് ജോസ് ചാക്കോയാണ്. ഇനി ഏതാണ് ഹോസ്പിറ്റൽ? മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അതായത് എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർ വേണുഗോപാൽ എവിടെയായിരുന്നു നടത്തിയത്? അത് എയിംസിലാണ്. എയിംസ് ഹോസ്പിറ്റൽ, ഡൽഹിയിലെ എയിംസിലാണ് എന്ത് ചെയ്യുന്നത്? ഡോക്ടർ വേണുഗോപാൽ ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത്. ഇത് 1994 നടത്തുന്നത്. ജോസ് ചാക്കോ നടത്തുന്നത് എവിടെയാണ്? 2003. ഇനി ലോകത്തിലേക്ക് വരുമ്പോൾ ആരായിരുന്നു? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡാണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലെ ഹോസ്പിറ്റലായിരുന്നു അത്. 1967 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത് എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ച. ഇത് എന്നത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിക്കേ. 2005 അതായത് 2012 വരെ എന്തായിരുന്നു? എല്ലാ കൊല്ലവും സെപ്റ്റംബർ അവസാനത്തെ ഞായറാഴ്ചയായിരുന്നു. 2012 മുതലാണ് സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ ലോക ഹൃദയ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആൻസർ എന്താണ്? അത് സെപ്റ്റംബർ 29. ഓക്കെ, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദ നിരക്ക് എത്രയാണ്? 80 120 ആണെന്ന് അറിയാം. നമുക്ക് ഇത് രണ്ടും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് മനസ്സിലാകും. പക്ഷെ എന്താണ് ഇത് രണ്ടിലും ഏതാണെന്നൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ഹൃദയം സങ്കോചിച്ച് കഴിഞ്ഞിട്ടാണ് വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നത്. സോ സങ്കോചിക്കുമ്പോഴാണ് അവിടെ പ്രഷർ കൂടുതലുള്ളതാണ് ആദ്യം എഴുതേണ്ടത്. 120/80. കണ്ടോ, ഇതും തന്നിട്ടുണ്ട് ആൻസറിൽ. അപ്പം നമുക്ക് ഏതാണ്? 120/80 ആണ്. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അവർ വേറെ രീതി ചോദിച്ചതേ ഉള്ളൂ. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg ആണ്. ഇ സി ജിയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇ സി ജിയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. ഇ സി ജി എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇ സി ജി ഫുൾ ഫോം പഠിച്ചു വെക്കുക. ഇലക്ട്രോ കാർഡിയോഗ്രാം ആണെന്നുള്ളത്. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇ സി ജിയിൽ എന്താണെന്ന്?
QRS തരംഗം അതെന്താണെന്ന് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ECGയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ECGയിലെ ഓരോ സ്ഥാനവും എന്താണ്, അതിനെന്താണ് നമുക്ക് എന്താണ് P മുതൽ T വരെ PQRST എന്നിങ്ങനെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവ എന്താണ്, ഓരോന്നും എന്താണ് ഹൃദയത്തിൻ്റെ ഓരോ സ്പന്ദനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ P തരംഗം എന്ന് പറഞ്ഞാൽ? P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏട്രിയം, നമ്മുടെ ഏട്രിയത്തിലെ വൈദ്യുത ഉത്തേജനം അഥവാ വൈദ്യുത ചാർജുകളുടെ ധ്രുവീകരണത്തെയാണ്, അതായത് ഏട്രിയങ്ങളുടെ സങ്കോചനം. നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. P എന്ന് പറയുന്നത് ഏട്രിയങ്ങളുടെ സങ്കോചം. ഓക്കെ, ഇനി അടുത്ത ഏതാണ്? P കഴിഞ്ഞു, ഇനി എന്താണുള്ളത്? QRS എന്ന് പറയുന്നത്. QRS അതെന്താണ്? അത് വെൻട്രിക്കുകളുടെ സങ്കോചമാണ്. വെൻട്രിക്കുകളുടെ സങ്കോചം. ഓക്കെ, QRS കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? നമുക്കെന്താ T തരംഗമുണ്ടല്ലേ. T തരംഗം എന്ന് പറഞ്ഞാൽ എന്താണ്? T തരംഗം എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുകളുടെ വിശ്രമാവസ്ഥയിലേക്ക് വരുന്നത്. വെൻട്രിക്കുകളുടെ പുനഃധ്രുവീകരണം അഥവാ വിശ്രമാവസ്ഥ എന്ന് പറയും. ഓക്കെ, അതിനെയാണ് T തരംഗം എന്ന് പറയുന്നത്. അപ്പോൾ ECGയിലെ രൂപത്തിൽ ഓരോ വ്യതിയാനം അനുസരിച്ചിട്ടാണ് എവിടെയാണ് കംപ്ലൈൻറ്റ്, എന്തിനാണ് കംപ്ലൈൻറ്റ് എന്നൊക്കെ ഇവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ECGയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ്? PQRST എന്ന് പറയുന്ന 4 അക്ഷരങ്ങൾ, PQRST 5 അക്ഷരങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹൃദയത്തിൻ്റെ സ്പന്ദന നിരക്കുകൾ നമ്മൾ മെൻഷൻ ചെയ്ത് കാണിക്കുന്നത്. P എന്ന് പറയുന്നത് ഏട്രിയങ്ങളുടെ സങ്കോചവും, QRS എന്ന് പറയുന്നത് വെൻട്രിക്കുകളുടെ സങ്കോചവും, T എന്ന് പറയുന്നത് വെൻട്രിക്കുകളുടെ പുനഃധ്രുവീകരണവുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്ത്? എന്താണത്? അതിരോസ്ക്ലീറോസിസ് ആണ്. അതിരോസ്ക്ലീറോസിസ് എന്താണത്? അതായത് നമുക്കറിയാം ഇങ്ങനെ ഒരു രക്തക്കുഴലുകളുണ്ട്, അതിൻ്റെ ഉള്ളിൽ എന്താണ് ഓരോന്നൊക്കെ ഇതിങ്ങനെ ഫ്രീ ആണെങ്കിൽ ഇതിലൂടെ രക്തത്തിന് ഒഴുകി പോകാനായിട്ട് എളുപ്പമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഓരോന്നൊക്കെ അടിഞ്ഞുകൂടി സൈഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണെങ്കിൽ രക്തത്തിന് എന്താണ് ഇതിൻ്റെ അകത്തുകൂടി പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാകും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? രക്തപ്രവാഹം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയും. അപ്പോൾ നമുക്ക് ശരീരത്തിലൊരു വേദന ഉണ്ടാകും. ആ വേദന അറിയപ്പെടുന്ന പേരാണെന്ത്? ആൻജിന പെക്ടോറിസ്. ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേദനയാണ് ആൻജിന പെക്ടോറിസ്. ഇനി ഇതേപോലെ തന്നെ മറ്റൊന്നുണ്ട്. രക്തക്കുഴലുകൾക്കുള്ളിൽ ഈ കൊഴുപ്പല്ലാണ്ട് രക്തം എന്ത് ചെയ്യുന്നുണ്ട്? കട്ട പിടിച്ചിരിക്കും. അപ്പോഴും ഇതേ അവസ്ഥ തന്നെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? ത്രോംബോസിസ് എന്ന് പറയും. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇനി എന്താണ് നമുക്ക് പറയാനുള്ളത്? രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. എന്താണ് ഹൈപ്പർ ടെൻഷൻ നോക്കാം. ഹൈപ്പർ എന്ന് പറഞ്ഞാൽ അഥവാ രക്താതിസമ്മർദ്ദം. നമ്മുടെ ശരീരത്തിൽ നമുക്കറിയാം 120/80 നമ്മുടെ ശരീരത്തിന് വേണ്ട രക്തസമ്മർദ്ദം. അത് 140/90 മുകളിലോട്ട് വരും. അതിനെയാണ് ഹൈപ്പർ ടെൻഷൻ, അതായത് രക്തസമ്മർദ്ദം കൂടി വരുന്ന അവസ്ഥയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ രക്തധമനികളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. രക്തത്തിലെ രക്തധമനികളുടെ ധമനികളുടെ ഇലാസ്തികത എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെടുമ്പോഴാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത്. ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധം, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിൻ്റെ പേരാണെന്ത്? റിസർപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ രക്തസമ്മർദ്ദം കൂടി വരുവാണ്. നമുക്കറിയാം ഇങ്ങനെ നീളത്തിലൊരു ബലൂൺ എടുത്ത് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൈഡിൽ നിന്ന് എവിടെയെങ്കിലും ഒരു പ്രഷർ കൊടുത്താൽ ആ ബലൂൺ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് ഈ ബ്ലഡ് രക്താതിസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോഴേക്കും ഇതിൻ്റെ ബ്ലഡ് വെസൽസ് പൊട്ടിപ്പോകും. ആ അവസ്ഥയെ പറയുന്ന പേരാണെന്ത്? ഹെമറേജ് എന്ന് പറയും. ഓക്കെ, ബ്ലഡ് വെസൽസ് ഉയർന്ന രക്തസമ്മർദ്ദം കൊണ്ട് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണെന്താ? ഹെമറേജ്. അതുകൊണ്ടാണ് ഇവയെ നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്നതാണ് അമിത രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്. നിശബ്ദ കൊലയാളി. ഇനി എന്താണ് ഹൈപ്പോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പം നമ്മൾ ഹൈപ്പറിൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി എന്താണ് ഹൈപ്പോ ടെൻഷൻ? അതായത് നമ്മുടെ രക്തസമ്മർദ്ദം പെട്ടെന്ന് കുറയുന്ന അവസ്ഥയാണ് എന്ത് പറയുന്നത്? ഹൈപ്പോ ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്ക് വളരെ താഴേക്ക് വരും. അപ്പോഴേക്ക് എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ നിലയിലാക്കാൻ വേണ്ടി ഒരു ഉപകരണം ഫിറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണെന്ത്? പേസ് മേക്കർ എന്ന് പറയും. അതുകൊണ്ടാണ് പേസ് മേക്കറിന് എന്തറിയപ്പെടുന്നത്? ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന എന്താണ്? പേസ് മേക്കറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം.
പെട്ടെന്നുള്ള മരണകാരണം താഴെ തന്നിരിക്കുന്നതിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു മരണകാരണം ഏതായിരിക്കും? എലിപ്പനി, മലമ്പനി, മഞ്ഞപ്പിത്തമാണോ? ഇവയൊന്നുമല്ലാതെ ഹൃദയാഘാതമാണ്. ഹൃദയാഘാതം വരുമ്പോഴാണ് ഒരാൾ പെട്ടെന്ന്, നമുക്ക് അറ്റാക്ക് എന്നൊക്കെ പറയത്തില്ലേ, പെട്ടെന്ന് ഒരാൾ മരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൃദയാഘാതം മൂലമുള്ള നെഞ്ചുവേദന എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന്? നെഞ്ചിൻ്റെ വലതുവശത്തുള്ള വേദന, ശ്വാസം അകത്തേക്കെടുക്കുമ്പോഴുള്ള വേദന, നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന, നെഞ്ചിൽ തൊടുമ്പോഴുള്ള വേദന. ഇത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നെഞ്ചിൽ നിന്നും ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും പടരുന്ന വേദന. അതുകൊണ്ടാണ് നമുക്ക് എന്താണ്, ഇടത്തെ കൈക്ക് വേദനയുണ്ട്, ഇങ്ങനെ ഇവിടെ വേദനയാണെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും വെച്ചുകൊണ്ടിരിക്കരുത്, കൊണ്ടേ കാണിക്കണമെന്ന് പറയും. കാര്യം ഇടത്തെ തോളിലേക്കും കൈകളിലേക്കും ഒക്കെ പടരുന്ന വേദന എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഓക്കെ, ഇനി നമ്മുടെ ഹൃദയധമനികളുടെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ പറയുന്ന പേരാണെന്താ? ആൻജിയോഗ്രാഫി എന്ന് പറയും. ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയധമനികളുടെ തടസ്സം മനസ്സിലാക്കാനാണ്. ഈ തടസ്സം നീക്കാനായിട്ടുള്ള ചികിത്സാ രീതിയാണ് എന്ത്? ആൻജിയോപ്ലാസ്റ്റിയും ആൻജിയോഗ്രാഫിയും വരും. ആൻജിയോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാഫ് രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കാണിച്ചു തരും. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാണോ തടസ്സമുള്ളത് അതിനെ എന്ത് ചെയ്യും? അങ്ങ് മാറ്റുന്ന പ്രവർത്തനത്തെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മത്സ്യങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം എത്ര? നമ്മുടെ ഹൃദയത്തിൽ എത്രയുണ്ട്? മനുഷ്യൻ്റെ ഹൃദയമാണെങ്കിൽ അത് 4 ആണല്ലേ, 2 ഏട്രിയങ്ങളും 2 വെൻട്രിക്കുകളും. മത്സ്യങ്ങളുടെ ഹൃദയമാണെങ്കിൽ അത് ഓപ്ഷൻ സി 2 ആണ്. നോക്കിക്കേ, മത്സ്യമാണെങ്കിൽ 2 ആണ്. ഉഭയജീവികളിലും ഉരകങ്ങളിലും 3 വിധമാണ്. പക്ഷേ മുതലയുടെ എക്സെപ്ഷൻ കേസാണ്. മുതലയെന്ന് പറയുന്നത് ഒരു ഉരകമാണ്. പക്ഷേ ഉരകങ്ങൾക്ക് സാധാരണയായി 3 ആണ്. പക്ഷേ മുതലയ്ക്ക് എത്രയാണ്? 4 ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതാണ്. പക്ഷികൾക്ക് എത്രയാണ്? 4. സസ്തനികൾ 4. പാറ്റ കുഞ്ഞു ജീവിയാണെങ്കിലും പാറ്റയ്ക്ക് എത്ര അറകളുണ്ട്? ഹൃദയത്തിന് 13 അറകളുള്ള ജീവിയാണ് എന്താ? പാറ്റ എന്ന് പറയുന്നത്. മണ്ണിരയ്ക്ക് എന്താണ്? 5 ജോഡിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണെന്ന്? അത് ഏതാണ്? അത് കോട്ടയം മെഡിക്കൽ കോളേജാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരായിരുന്നു? ജോസ് ചാക്കോയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് ഹോസ്പിറ്റലായിരുന്നു? അത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എറണാകുളം ജില്ലയിലെ. പക്ഷേ ഇവിടെ ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ആദ്യത്തെ മെഡിക്കൽ കോളേജാണ്. അതെവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു സങ്കടകരമായൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ ലോകപ്രശസ്തനായ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു ആര്? ഡോക്ടർ MS വല്ലിത്താൻ. അദ്ദേഹം ഇന്ന് അന്തരിക്കുകയുണ്ടായി. അപ്പോൾ അതേപോലെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപക ഡയറക്ടറായിരുന്നു. അപ്പോൾ അതൊരു കറണ്ട് അഫെയർ ആയിട്ടും കൂടി നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നിങ്ങളുടെ വിലയേറിയ എന്ത് അഭിപ്രായമാണെങ്കിലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ മാർക്ക് എത്ര കിട്ടി എന്നുള്ളത്, അത് എത്ര ആയിക്കോട്ടെ, കൂടുതലോ കുറവോ എന്നുള്ളതല്ല, നിങ്ങൾ എത്ര കിട്ടി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് എത്തിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്